ഹലോ ഹായ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. നമുക്കിന്നൊരു നാടൻ കറി പ്രിപ്പയർ ചെയ്താലോ? മത്തങ്ങയും വൻപയറും ഒക്കെ ചേർത്ത് മലയാളികൾക്ക് പ്രിയപ്പെട്ട എരിശ്ശേരി. വളരെ എളുപ്പമാണ് അത് തയ്യാറാക്കാൻ, എന്നാൽ നല്ല രുചികരമായ ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ 1/4 കപ്പ് വൻപയർ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. വെള്ളത്തിൽ കുതിർത്താലുള്ള ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നുകിൽ തലേ ദിവസമേ വെള്ളത്തിലിടുക, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉച്ചയ്ക്കാണ് ഉണ്ടാക്കാനെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടിരുന്നാൽ മതി, കുതിർന്ന് കിട്ടും. അല്ലെങ്കിൽ കുതിർക്കാതെയും നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ കുറച്ച് കൂടുതൽ പ്രഷർ വേവിക്കേണ്ടി വരും. ഞാനിത് 1/4 കപ്പ് വൻപയറാണ്. ഞാനിത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് മത്തൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിവിടെ ഒരു 400 ഗ്രാം മത്തനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി പ്രഷർ പാൻ അടച്ചു കൊടുക്കാം. പ്രഷർ പാൻ നമ്മളിതാ ഇവിടെ അടച്ചു വെച്ചു. ഫ്ലെയിം ഇനി കൂട്ടി വയ്ക്കുക. കൂട്ടി വെച്ചതിന് ശേഷം പ്രഷർ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. പ്രഷർ വന്നതിന് ശേഷം 3 വിസിൽ, അതിൻ്റെ വേവിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇത് കുതിർത്ത പയറായതുകൊണ്ടാണ്. ഇപ്പോൾ കുതിർക്കാത്ത പയറാണ്, ഡയറക്റ്റായിട്ട് നമ്മൾ അപ്പോൾ തന്നെ കഴുകിയിടുന്നതാണെങ്കിൽ ഒരു 5 വിസിലിൻ്റെ വേവ് വേണ്ടി വരും. നമുക്കിത് പ്രഷർ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 2 വറ്റൽമുളക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വറ്റൽമുളക് ചേർക്കാം. അതിലേക്ക് കുഞ്ഞുള്ളി ഒരു 4-5 കഷ്ണം ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത്, 2ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. കാരണം ഇത് പെട്ടെന്ന് അരയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഒരു 4-5 അല്ലി, അതും ഇതുപോലെ 2ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് തേങ്ങ, ഒരു കപ്പ് തേങ്ങ മതിയാവും, അത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജീരകം, അത് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 7-8 കുരുമുളക്, മുഴുവൻ കുരുമുളക്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി, മഷി പോലെ അരയേണ്ട ആവശ്യമില്ല. ഞാനിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. വിസിലുമായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ താഴുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പ്രഷറൊക്കെ മാറി നമുക്കിനി വിസിലൊക്കെ മാറ്റാം. ഇതിൻ്റെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. മത്തങ്ങയൊക്കെ നമുക്കിതിനോടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിലൊക്കെ ഫ്ലെയിം നല്ല ലോ ആക്കി വയ്ക്കുക. നമ്മൾ അരപ്പ് ചേർത്തിട്ട് ഒരു പാകത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം.
ഉപ്പ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കുകയാണ്. നമുക്കൊന്ന് ഉപ്പ് പാകത്തിനായോ നോക്കാം. ഇത് പാകത്തിന് വന്നിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് ഇതിൻ്റെ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറാനായിട്ട് പ്രഷർ പാൻ ക്ലോസ് ചെയ്യണ പോലെ ക്ലോസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അടപ്പിങ്ങനെ വെച്ചേക്കാം, അടച്ചു വെച്ചേക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നു. നമ്മൾ എരിശ്ശേരി പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കടു താളിച്ച് ചേർക്കാം. നമുക്കിനി ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇങ്ങനത്തെ നാടൻ പ്രിപ്പറേഷൻസിനെല്ലാം നല്ലത്. ഒരു പ്രത്യേക മണമാണല്ലോ വെളിച്ചെണ്ണയ്ക്ക്, അതുകൊണ്ട് കറിക്കും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ ചൂടായി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ആഡ് ചെയ്യാം. അതിലേക്ക് 2 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ വറുത്തെടുക്കാം. തേങ്ങ കടു താളിച്ചിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. തേങ്ങയൊക്കെ പാകത്തിന് വറുത്തിട്ടിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചൂട് കഞ്ഞീരെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. രാത്രിയൊക്കെ കഴിക്കാനായിട്ട് ദഹനത്തിനൊക്കെ നല്ലതാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാനിന്ന് തയ്യാറാക്കിയ എരിശ്ശേരിയുടെ പ്രിപ്പറേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല രുചികരമായ ഒരു കറിയാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ പ്രിപ്പറേഷൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ നല്ല പ്രിപ്പറേഷൻസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.